ടാലന്റ് റൗണ്ട്. അടുത്ത മത്സരാർത്ഥി ഡോക്ടർ ഹീര. ഹായ് ഡോക്ടർ. എന്താ പുതപ്പൊക്കെ ആയിട്ട്? പുതപ്പല്ല, AC ഫ്ലോറാണ്, തണുപ്പാണ്ട്. കിഷോറിനെ ഡോക്ടർ അണിയിച്ചോളൂ, അണിയിച്ചോളൂ. വേണ്ട, കുറച്ചുകൂടെ നല്ലത് കൊണ്ടുവന്നിട്ട് അണിയിക്കാം. ഡോക്ടർ ഇന്നിപ്പോ എന്താ, ഞാൻ ഡോക്ടർ എന്ന് വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് എപ്പോഴും ഐ ഫീൽ യു ആസ് എ ഡോക്ടർ. Okay, you can call me like that. Yeah. Or else you can call me Hira. Okay, ഹീര ഡോക്ടറെ, അപ്പോൾ ഇന്നെന്താ പെർഫോം ചെയ്യുമ്പോൾ? നവരസങ്ങളിൽ 5 എണ്ണമാണ് ഞാൻ ചെയ്യാൻ. നവരസങ്ങൾ 5 ഉണ്ടോ? 9 അല്ലേ? 9 ആണ്, പക്ഷെ 9 ചെയ്യാൻ പിന്നെ 4 എക്സ്ട്രാ രസം കൂടെ ഒരു സിനിമയ്ക്കകത്ത് ജഗദീഷ് അല്ല, അത് പിന്നെ ചെയ്യാം. ആ 4 എണ്ണമാണോ അതല്ലാതെ നവരസങ്ങൾ 9-ൽ 5? 9-ൽ 5 എണ്ണം. ഏതൊക്കെ? ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, ഭയാനകം. എന്താണ് ഈ ഇങ്ങനെ ഈ 5 എണ്ണം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഒരു നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി കൂടെ ഇതിൽ വരികയാണെങ്കിൽ. ഓക്കെ, അതിന്റെ മറുപടി എനിക്ക് തോന്നുന്നു എന്നോട് പറയുന്നതിനെക്കാട്ടിൽ മറുപടി ഡോക്ടറുടെ പെർഫോമൻസിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഓഡിയൻസിലേക്ക് എത്തുന്നത്. രസം ഉണ്ടാക്കാൻ അറിയോ ആർക്കെങ്കിലും? അയ്യോ, രസം ഉണ്ടാക്കാൻ അറിയോ ആർക്കെങ്കിലും? അറിയോ? ഒന്ന് പറയാന്ന്. അയ്യോ, ഈ വനിതാരത്നം കോൺടെസ്റ്റിലേക്ക് നിന്നെ തെരഞ്ഞെടുത്തു, പക്ഷെ എനിക്ക് രസം ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന്. എന്ത് രസമെന്നോ? നവരസം. അതറിയാണ്ട് എങ്ങനെയാ ഒരു ഷോയിൽ പോയി പെർഫോം ചെയ്യുക? നവരസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും. 5 എണ്ണം മതിയോ? 5 എണ്ണം ഞാൻ കാണിച്ചു തരാം. എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. വാ, ദാ 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 അവിടെ നോക്കിക്കോ. കാണാറേട്ടാ, കാണാറേട്ടാ, നിങ്ങൾ തേടിയാ പോന്ന്? പിന്നെ ഇന്ന് വടശ്ശേരി തെയ്യാന്നോലും നല്ല കച്ചവടം ഉണ്ടല്ലോ, കുറേ വളയെല്ലാം വരുമല്ലോ. പിന്നെ എനിക്കൊരു സെറ്റ് വളം മേടിച്ചോണ്ടെന്ന് തരുവാ. എൻ്റെ കയ്യിലെ വളയെല്ലാം പൊട്ടിപ്പോയിട്ടു. എനിക്കൊരു സെറ്റ് വളം മേടിച്ചുകൊണ്ടിരുവാ. കണ്ടില്ലേ, കണ്ടില്ലേ? നീ അപ്പുറത്ത് നോക്ക്, അപ്പുറത്ത് നോക്ക്. ആ റിയാക്ഷൻ കാണണേ. അല്ല രാമ, ഞാൻ മേടിച്ചു കൊടുത്താൽ മതിയാവും അതിനെ വളയാൻ തളയൊക്കെ? ഇപ്പോഴത്തെ ആൾക്കാരെ പെരുവഴിയിലാ അവരുടെ നളച്ചരിതം നല്ലാണ്ട് വർഷവും ശാകുന്തളമൊക്കെ. കണ്ടല്ലോ, കണ്ടല്ലോ. ഇനി എൻ്റെ കൂടെ വാ, വാ. അവിടെ നോക്ക്. അയ്യോ, അത് പ്രസവിക്കാറായില്ലോ. അയ്യോ, അതെന്താ? അമ്മ, 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 കൊഞ്ചം തണ്ണിതോ അമ്മ, കൊഞ്ചം. കൊഞ്ചം കൊഞ്ചം തണ്ണിതോ അമ്മ. അയ്യോ, അതിനെ നമുക്ക് ആശുപത്രി കൊണ്ടുപോണ്ടേ? ഇപ്പം രസം കാണണോ അതോ അതിനെ ആശുപത്രി കൊണ്ടുപോകണോ? പോവാ. അയ്യോ, പോവാ പോവാ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആ ബസ്സിൻ്റെ ഉള്ളിൽ കയറിക്കോ, അവിടെ ഉണ്ട് ഒരു അടിപൊളി പെർഫോമൻസ്. നിങ്ങളെന്താ മനുഷ്യ മേൽക്ക് വരുന്നത്? നിങ്ങൾക്ക് കൂടിയല്ല കുട്ടികളും കെട്ടിയോളും ഒന്നുമില്ല. കുറച്ചാണ് നീങ്ങിന്നാളി. ആ, ഇറങ്ങിപ്പോക്കോടാ, ഇറങ്ങിപ്പോക്കോ. അതന്നെ എനിക്കല്ല, എൻ്റെ പൂതിയാട് തീർത്താളും ഞാൻ. ആ, കണ്ടല്ലോ, കണ്ടല്ലോ, മണി 6:30 കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്തോ, ഇയാളിവിടെ ഒറ്റയ്ക്ക് നിന്നു. അപ്പം നമുക്ക് അടുത്ത രസം കാണാം. അയ്യോ, ഇരുട്ടാവാറായി, പോവല്ലേ? എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോ. അയ്യോ, പോവല്ലേ? ആ, അടുത്തത് കാണാം, കണ്ടിട്ട് പോവാം. ഞാൻ ഇപ്പം വരാം, ഒരു 1/2 മണിക്കൂറിൻ്റെ ഞാൻ വരാം കേട്ടോ. എവിടേക്കാ പോണേ? എങ്ങടാ പോണേ?
അല്ല വേണമെങ്കിൽ രാത്രി കൂട്ടിനൊക്കെ വരാട്ടാ. എടാ നിന്നെ ഞാൻ ഒന്നര കണ്ട ഇപ്പൊ അനുഭവിച്ചില്ലേ അടുത്ത രസം? ഭയാനകം. ഇത് തന്നെ ഭയം. ഞാൻ ആദ്യം ഈ രസം ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഓർത്ത് ഭയങ്കര ഹ്യൂമർ സൈഡിലേക്ക് പോവാണ്. മറ്റേ ഈ തക്കാളിക്ക രസത്തിൻ്റെ പൗഡർ അങ്ങനത്തെ ഒരു ലൈനിലേക്ക് പോകണ സംശയം. പക്ഷേ ഈ 5 രസങ്ങൾ വളരെ ഒരു ഡിഫറെൻ്റായ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. എന്തായിരുന്നു അവിടെ? എന്തായിരുന്നു? ഞാനൊക്കെ ഭയങ്കര കോമഡി കാണിക്കാൻ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടി. തലയൊക്കെ കുറച്ച് താന്നു. അതെ, അസലായിരുന്നു. പ്രത്യേകിച്ച് ആ ബസ്സിലെ സംഭവം ചിരിച്ചിട്ടേ ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കാൻ സംഭവം കഴിഞ്ഞപ്പോണ്ട് മഞ്ജു ചേച്ചി ഇങ്ങനെ ഷോൾ വെച്ചിട്ട് ഇങ്ങനെ കടുത്ത് വെള്ളം വരുന്നു, കണ്ണിലെ ചിരിച്ചിട്ട് ചിരി അടക്കി പിടിച്ചിട്ടേ കണ്ണിലിങ്ങനെ കൂടെ വെള്ളം വരെയായിരുന്നു. അസലായിരുന്നു. അല്ല, മുരളിച്ചേട്ടാ ഇത്രയും തുറന്നു ചിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ഡോക്ടർ പണി നിർത്തിക്കോ, നമുക്ക് എനിക്ക് ഇറങ്ങാം. അതെ, ഭയങ്കര ലാംഗ്വേജ് അസലായിട്ടുണ്ട് കേട്ടോ. എവിടെ എനിക്കത് ഇഷ്ടപ്പെട്ടു. മഞ്ചേരി. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ചിലപ്പോൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ലാംഗ്വേജ് ഒക്കെ മാറ്റിയിട്ട് ആയിരിക്കും ചെയ്യാന്ന്. വൺ മോർ തിങ് ഇസ് ഓരോ ക്യാരക്ടർ ഇപ്പം 5 രസം കാണിച്ചല്ലോ, 5 രസം കാണിച്ചപ്പോൾ നമുക്ക് വേറെ ഓരോ ക്യാരക്ടേഴ്സിനെ കാണാനായിട്ട് ഫീൽ ചെയ്തു. അത് വലിയ സക്സസ് ആണ്, അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. റിസ്ക് എടുക്കാതെ, അതായത് വളരെ ലാഘവത്തോടെയാണ് ആണുങ്ങളെയൊക്കെ അവിടെ മറ്റേ ആ സംഭവമൊക്കെ ചെയ്തത്. അതേപോലെ മുറുക്കുന്നതും അസലായിരുന്നു. ഞാൻ 2-3 റിയാക്ഷൻ പഠിച്ചു. മൂന്നും കൂട്ടാന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അതെ അതെ അതെ, ശൃംഗാരം കലക്കി. പക്ഷെ അത് എല്ലാ സ്ത്രീകളിലും ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ഇതാണ് ശൃംഗാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. നിങ്ങൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ വണ്ടർഫുൾ. പിന്നെ ഈ രസമന്വേഷിച്ച് പോകുന്ന വനിതാരത്നം കോണ്ടെക്സ്റ്റ് എന്നുള്ളതും വളരെ 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 നല്ലതാണ്. കഴിഞ്ഞ ആഴ്ച വളരെ വളരെ സട്ടിലായിട്ടുള്ള ഒരു ഡാൻസ് ഞാൻ എടുത്ത് പറയുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ചെറിയ ഒരു മഴ പെയ്യുന്ന സുഖമായിരുന്നു സ്റ്റേജിൽ. അപ്പോൾ അതിന് വിഭിന്നമായിട്ട് വളരെ ഹ്യൂമറിസ്റ്റിക് ആയിട്ടുള്ള സാധനം തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും നന്നായി. പിന്നെ എനിക്ക് തോന്നിയത് ഹീറയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയ സാധനം ചെയ്ത് ഫലിപ്പിച്ചത് ഇതിലെ ആക്സെൻറ്റ്സ് ആണ്. എസ്പെഷ്യലി വളരെ ഡിഫിക്കൽട്ടാണ് കണ്ണൂർ ആക്സെൻറ്റ് പുറത്തേക്ക് കൊണ്ടുവരിക, കണ്ണൂർ കാസർഗോഡ് ആക്സെൻറ്റ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇതെല്ലാം അതിൻ്റെ ഫിസിക്കലൈസേഷനും ഈ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബോഡിയിൽ കാണാനുണ്ടായിരുന്നു. ഹീറയുടെ എല്ലാം നന്നായിരുന്നു. കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ഡോക്ടർ, എല്ലാവിധ ആശംസകളും. ഇനിയും ഇതുപോലെ നല്ല പെർഫോമൻസ് ഈ വേദിയിൽ ഉണ്ടാവട്ടെ.